सिद्धबुद्ध तु स्कन्दविनायक सविता पावक तु ब्रह्ममसहृदयः शक्ति तु येषु पिता प्रभु तु रुद्रविष्णु तु रामकृष्ण तु रहीम तावो तु वासुदेव तु विश्वरूप तु चिदानंद हरि तु अद्वितीय तु अकाल निर्भयात्मलिंग शिव तु सविता पावक तु रहीम तावो तु. വളരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. വളരെ സന്തോഷമുള്ളൊരു സദസ്സാണിത്. എൻ്റെ അച്ഛനെയും അമ്മേനെയും നേരിട്ട് അറിയുന്ന ആൾക്കാരും കനവെന്ന ചെറിയൊരു ഗുരുകുലം ഉണ്ടായിരുന്നു വയനാട്ടിൽ, അവർ നടത്തിയിരുന്ന. അപ്പോൾ അവിടെ വന്നിട്ടുള്ള ആൾക്കാരും ഒക്കെ ഉള്ളൊരു സദസ്സാണ്. അതേപോലെ ബൗളിനെ വളരെ അടുത്തറിയാവുന്ന നിറയെ പേരുണ്ട്. ടാഗോറിൻ്റെ കവിതകൾ പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ വളരെ സന്തോഷത്തോടെയാണ് ഇന്നിവിടെ മുന്നിൽ നിൽക്കുന്നത്. ബൗൾ പാട്ടുകളിൽ വളരെ ലളിതമായിട്ടുള്ള, എപ്പം നമ്മുടെ ഒരു യാത്രയിലോ ട്രെയിൻ യാത്രയിലോ ഒക്കെ വളരെ എളുപ്പം കേൾക്കാവുന്ന ഒരു പാട്ട് പാടിക്കൊണ്ട് തുടങ്ങാം. ഇതിൽ പറയണത് അമിറിദോയെ രാഖുബോ ഛേടേ ദിവോന, ഞാൻ നിന്നെ എൻ്റെ ഹൃദയത്തിൽ വെച്ചിട്ട് പിന്നെ അത് താഴെ വെക്കൂല. ഒരുപാട് ജന്മം അലഞ്ഞിട്ടാണ് ഈ മനുഷ്യ ജന്മം കിട്ടിയത്. അപ്പം ഇതിൽ ഞാൻ നിന്നെ എൻ്റെ ഹൃദയത്തിൽ വെക്കും. അമിറിദോയെ രാഖുബോ ഛേടേ ദിവോന, अमिरिद मजरे राखबो छेड़े दिबो ना, छेड़े दिला सोनार गौर हर तो पाबो ना, ना ना छेड़े दिबो ना, ना 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 छेड़े दिबो ना, अमिरिदोये राखबो छेड़े दिबो ना. जाबो ब्रोजर कुली कुली मगुब ब्रोजर पदो धूली, आमी नयने नयन दिए आर फिराबो ना, नयने नयन दिए आर फिराबो ना, ना 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 छेड़े दिबो ना, ना 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 छेड़े दिबो ना, आमी हृदये राखबो छेड़े दिबो ना, आमी हृद मजारे राखबो छेड़े दिबो ना. लक्ष जन्म घुरे घुरे मानव जन्म पेয়েছি রে, এবার ভজলে হরি ভংশীদারি হৃদয় হবে না, ভজলে হরি ভংশীদারি হৃদয় হবে না, না 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 ছেড়ে দিব না, না 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 ছেড়ে দিব না, আমি হৃদয়ে রাখবো ছেড়ে দিব না, আমি হৃদ মজারে রাখবো ছেড়ে দিব না. ഇന്ന് പലർക്കും ഇവിടെ വരാൻ സാധിക്കാതായത് സാനുമാഷിൻ്റെ ഇന്ന് സാനുമാഷ് നമ്മളെ പിരിഞ്ഞു പോയ ദിവസം കൂടി ആയതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും മാഷ് തെളിച്ച അറിവിൻ്റെ വെളിച്ചങ്ങൾ നമുക്ക് തുടർച്ചയായി തന്നെ കൂടെ ഉണ്ടാവും. മാഷ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഗുരുവിൻ്റെ കൃതികളുടെ വലുതായ ചിത്രങ്ങൾ എന്നും നമുക്ക് തുണയുണ്ടാവും. അപ്പം ഗുരുവിൻ്റെ ഒരു കൃതി മാഷിനെ സമർപ്പിച്ചുകൊണ്ട് പാടാം. ഇത് ഗുരു കുട്ടികൾക്കായിട്ട് എഴുതിയിട്ടുള്ള കൃതിയാണ്. എന്നിരുന്നാലും അതിൻ്റെ ഓരോ വരിയിലും ഉള്ള ആഴം, ആകാശത്തെയും ഭൂമിയെയും എന്നെയും നിന്നെയും ഒക്കെ ബന്ധിപ്പിച്ചുകൊണ്ട് ആ ഒന്നായിട്ടുള്ള ആ ചിത്രം അത്രയ്ക്ക് ഭംഗിയായിട്ട് വേറെ നമ്മുടെ ഭാഷയിൽ നമുക്ക് മലയാളത്തിൽ അങ്ങനെ ഒരു കൃതി ഉണ്ടെന്നുള്ളത് അത്രയേറെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പം ഗുരുവിൻ്റെ ആ കൃതി പാടിക്കൊണ്ട് ദൈവദശകം പാടിക്കൊണ്ട് ദൈവമേ
കൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ നാവികൻ നീ ഭവാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻ പദം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നിലസ്പന്ദമാകണം അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായ നീക്ക് സായുജ്യം നൽകുമാരനും നീ സത്യം ജ്ഞാനം ആനന്ദം നീ തന്നെ വർത്തമാനം ഭൂതവും ഭാവിയും വേറല്ല ഓതും മൊഴിയുമോർക്കിൽ നീ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ ദിനാവന പരായണ ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക ജയിക്കുക മഹാദേവ ദിനാവന പരായണ ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക എനിക്ക് ഈ പാട്ട് പാടാൻ വളരെ ഇഷ്ടമായിരുന്നു ചെറുപ്പത്തിലൊക്കെ. അപ്പേൻ്റെ കൂടെ നാടൻ പാട്ടുകളൊക്കെ പാടി പഠിച്ചിരുന്നു. അപ്പം ആദ്യമായിട്ട് ഈ ബാവുൾ പാട്ട് കേട്ടപ്പോഴാണ് ഇങ്ങനെയും പാടാൻ പറ്റുന്നുള്ളൊരു സാധ്യത കേരളത്തിൽ വളർന്ന് എനിക്ക് ഇങ്ങനെ മനസ്സിലാവുന്നത്. അതായത് ശബ്ദം കൊണ്ട് ആകാശം തൊടാൻ പറ്റുന്ന പോലെ ഒരു സാധ്യത ഇങ്ങനെ ബാവുൾ പാട്ട് കേട്ടപ്പോൾ ആദ്യമായിട്ട് തോന്നി. പിന്നെ അതിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഗുരുക്കന്മാരുടെ കവിതകൾ പാട്ടായിട്ട് പാടി വരുന്ന ഒരു ലോകം തന്നെ ഉണ്ടെന്നുള്ളത് ഇങ്ങനെ നമുക്ക് മനസ്സിലാവുന്നത്. കബീറിൻ്റെ പാട്ടുണ്ട്, അഭംഗ് എന്ന് പറഞ്ഞ മഹാരാഷ്ട്രയിലുള്ള പാട്ടുകളുണ്ട്. നമുക്ക് കേരളത്തിലാണ് അതിങ്ങനെ പാടി വരുന്ന ആ രീതി കുറവായിട്ട്, അല്ലെങ്കിൽ അതെവിടെയെങ്കിലും മുറിഞ്ഞു പോയതായിരിക്കാം. നമുക്കത് അങ്ങനെയില്ല. മറ്റെന്താ വെച്ചാൽ അവരുടെ ഭാഷയിലുള്ള പാട്ടുകൾ എല്ലാ സാധാരണക്കാർക്കും അറിയാം. അതിൽ ഒന്നോ രണ്ടോ വരി നാംദേവിൻ്റെ പാട്ട്, ജാനാബായിൻ്റെ പാട്ടിൽ, നമ്മൾ കർണാടകത്തിൽ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും ബസവണ്ണൻ്റെ പാട്ട്, അക്ക മഹാദേവിൻ്റെ പാട്ട് ഒന്നോ രണ്ടോ വരിയെങ്കിലും എല്ലാവർക്കും അറിയാം. അപ്പം ആ രീതിയിൽ അതിങ്ങനെ ഒരു സബ് കോൺഷ്യസിൽ തന്നെ ആ പാട്ടുകളുണ്ട്. ഒരു പ്രാർത്ഥനയ്ക്കപ്പുറം അതൊരു എന്താ പറയുക, ജീവിതത്തിൻ്റെ മറ്റൊരു ചിത്രം തെളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ ചെയ്തികളാകുന്ന ജീവിതത്തിൻ്റെ പുറകിൽ നിൽക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിനെ താങ്ങി നിൽക്കുന്ന ഒന്നിനെ വെളിവാക്കിക്കൊണ്ടിട്ടുള്ള ഈ പാട്ടുകളുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അത് ഈ കവികൾ ഇത് എഴുതിയ ആൾക്കാർ, അല്ലെങ്കിൽ അത് എഴുതപ്പെട്ടിട്ടില്ല മിക്കവാറും ഈ പാട്ടുകൾ. അപ്പോൾ ഇത് എന്നോ എഴുതപ്പെട്ടതായിട്ട് പോലും അതിങ്ങനെ തലമുറകളിലൂടെ ദേശങ്ങളിലൂടെ
ജീവനുള്ള വാക്കായിട്ട് ഇപ്പം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അത്രയും വേണ്ടതായത് കൊണ്ടുള്ളത് തന്നെയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പലപ്പോഴും ഈ പാട്ടുകൾ ഇപ്പം ഈ പാടുന്ന ഈ കാലത്തിൽ ജീവിക്കുന്ന നമ്മളോട് തന്നെയാണ് അത് സംവദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് അങ്ങനെ നിലനിന്നിട്ടുള്ളതെന്നും വിചാരിക്കണം. അപ്പം ബാവുൾ പാട്ട് ബംഗാൾ, ബംഗ്ലാദേശ് ആ പ്രദേശത്തിൽ നിന്നുള്ളതാണ്. ബംഗാളി ഭാഷയിലാണത്. ബാവുൾ പാട്ടുമാണ്, പാടുന്ന ആളും ബാവുളാണ്. അപ്പം ഈ പാട്ടിൽ ഇത് ലാലോൻ ഫക്കീറിൻ്റെ പാട്ടാണ്. ലാലോൻ ഫക്കീർ ഗുരുവിൻ്റെ, ശ്രീനാരായണ ഗുരുവിൻ്റെ സമകാലീനനായിരുന്നു. അപ്പം എങ്ങനെയാണോ കേരളത്തിലെ സത്യത്തിലൊരു നമുക്ക് ജാതിയും മതമൊക്കെ നമ്മുടെ ഉള്ളിലെ കളികളിലൊക്കെ ഉണ്ടെങ്കിൽ പോലും പുറമേക്ക് നമുക്കത് അത്രയും പറയാൻ പോലും നമുക്കതിനൊരു നാണക്കേടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഗുരു തന്നിട്ടുള്ളൊരു വെളിച്ചമുണ്ട്. അതിനപ്പുറത്താണ് ആ സത്യം എന്നുള്ളൊരു വെളിച്ചം നമ്മൾ എവിടെയോ കണ്ടിട്ടുള്ളത് കൊണ്ടുള്ളൊരു മാറ്റമുണ്ട്. അതേപോലെ തന്നെയാണ് ബംഗാളിലും ലാലോൻ ഷാഹിൻ്റെ കവിതകൾ ഈ സാധാരണ വേർതിരിക്കലുടെ ലോകത്തിൻ്റെ അപ്പുറത്തേക്ക് വിരൽ ചൂണ്ടുന്നതായതുകൊണ്ട് തന്നെ ലാലോൻ ഷാഹി കാണിച്ചിട്ടുള്ളൊരു വലിയൊരു ലോകം തന്നെയുണ്ട്. ഈ പാട്ടിൽ ലാലോൻ ഷാഹി ഗുരുവിനെ കുറിച്ചാണ് പറയണേ. ആരാണ് ഗുരു? കബീറിൻ്റെ ഒരു ദോഹയിൽ പറയുന്നുണ്ട്, സബ് ഘട്ട് മേരാ സായിയ സൂനി സേജന കോയ്. അതായത് എല്ലാവരിലും സായി വിളങ്ങുന്നുണ്ട്. ഒരു ദേഹം പോലും അത് ശൂന്യമായിട്ടുള്ളതില്ല, സായി ഇല്ലാത്തതായിട്ടില്ല. പക്ഷേ ബലിഹാരി ഓ ഘട്ടക്ക് യാ ഘട്ട് പരിഘട്ട് ഹോയ് എന്ന് വെച്ചാൽ ഞാൻ നമിക്കുന്നു ആ ഇടത്തെ, ആ ഇടാകുന്ന ആ ശരീരത്തെ, ആ ദേശത്തെ ഞാൻ നമിക്കുന്നു. ആർക്കാണോ അത് വെളിപ്പെടുത്താനായത്, ആർക്കാണോ അത് അറിഞ്ഞ് വെളിപ്പെട്ട് ജീവിക്കാനായത്, അവനെ ഞാൻ നമിക്കുന്നു. അപ്പോൾ ഈ കവിതയിലാണെങ്കിലും ലാലോൻ ഷാഹി പറയണത്, ഈ ലോകത്തിൻ്റെ വാഴ്വില് നമുക്ക് പലപ്പോഴും വിഷഖനിയായിട്ട് തോന്നുന്ന പഴങ്ങൾ അവന് മധുരിക്കുന്നു. കാരണം എന്താന്ന് വെച്ചാൽ അവൻ്റെ ലോകം ഈ ലോകത്തിലല്ല, അതിവിടെ തന്നെയാണ്, അന്ന് അത് മറ്റൊന്നിലാണ്. അത് എങ്ങനെയാന്ന് വെച്ചാൽ കബീർ പറയുന്നുണ്ട്, വന്നു പോകുന്നതല്ല, നിരന്തരമായിട്ടുള്ളത്, മരണമില്ലാത്തതായിട്ടുള്ളത്. ആ ലോകത്തെ പറ്റി, ഗുരുവിനെ പറ്റി ഈ കൃതിയിൽ ലാലോൻ ഷാഹി പാടിയിരിക്കുന്നു. যেখানে বারাম খানা, যেখানে শাইর বারাম খানা, শুনিলে প্রাণ চমকে উঠে, দেখতে যেমন ভুজঙ্গনা, যেখানে শাইর বারাম খানা, যেখানে শাইর বারাম খানা, যেখানে শাইর বারাম খানা, যা ছুঁইলে প্রাণে মরি, এই জগতে তাইতে তোরি, বুঝেও তা বুঝতে নারি, কীর্তি কর্মার কি কারখানা, বুঝেও তা বুঝতে নারি, কীর্তি কর্মার কি কারখানা।
সে পেয়েছে আমার মনের ঘর গেল না যেখানে শাইর বারাম খানা যেখানে শাইর বারাম খানা যেখানে শাইর বারাম খানা যে ধনে উৎপত্তি প্রাণ ধন সে গানের হলো না যত কালের ফুল পাকা লালন দেখে শুনে জ্ঞান হলো না ও কালের ফুল পাকা লালন দেখে শুনে জ্ঞান হলো না যেখানে শাইর বারাম খানা যেখানে শাইর বারাম খানা যেখানে শাইর বারাম খানা ഞാൻ ആദ്യമായിട്ട് കേട്ടൊരു ബാവുൾ പാട്ട് ബംഗ്ലാദേശിൽ നിന്നുള്ള അനുഷ എന്ന് പറഞ്ഞിട്ടൊരു ഗായിക പാടിയിട്ടാണ്. അപ്പം ഇത് ബംഗ്ലാദേശിൽ നിന്നുള്ള ഭട്ടിയാലി എന്ന് പറഞ്ഞിട്ടൊരു ശൈലിയിൽ വരുന്ന പാട്ടാണ്. അപ്പം ഈ പാട്ടിൽ അവിടെ ബംഗ്ലാദേശിൻ്റെ ഭൂമികയാണെങ്കിൽ ഒത്തിരി ഈ ജോവാർ ഭാട്ട എന്ന് പറയും, എന്താ പറയുക, തരം പുഴ കയറി വരിക ഇറങ്ങി വരിക അങ്ങനത്തെ ഒരു ഭൂപ്രകൃതിയാണ്. അപ്പം ഈ പാട്ടിൽ ഒരു പുഴയിൽ തുഴയില്ലാതെ ഒരു തോണിയിൽ അകപ്പെട്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം പറയണത്, ഞാൻ കരയെ വിളിച്ച് കരയുന്നുണ്ട്, പക്ഷേ എൻ്റെ തന്നെ മാറ്റൊലി അല്ലാതെ ഞാൻ കര എന്നെ വിളിച്ച് കരയുന്നത് കേൾക്കുന്നില്ല. അതേപോലെ ഒരു ഓളം എന്നെ അടുത്തോട്ട് കൊണ്ടുപോകുന്നതായിട്ട് തോന്നുന്നു, പക്ഷെ ഇനി ഒരു ഓളം എന്നെ തിരിച്ചവിടേക്ക് തന്നെ കൊണ്ടുപോകുന്നു. নদীর কুলার লাগি আমি কান্দি, নদীর কুলার লাগি আমি কান্দি, আমার লাগি কেব কান্দে না বন্ধু রে, বন্ধু আমার লাগি কেব কান্দে না। নদীর কুলার লাগি আমি কান্দি, আমার লাগি কেব কান্দে না। সারা জীবন বৈঠা টানলাম তবু খুল পাইলাম না বন্ধু রে, বন্ধু রে, আমার লাগি কেব কান্দে না। জোয়ার ভাটায় জীবন আমার, ও হাই রে জোয়ার ভাটায় জীবন আমার, আমি যে গায়ে গেলাম জোয়ারে, আমার লাগি কেব কান্দে না, আমার লাগি, আমার লাগি কেব কান্দে না। নদীর কুলার লাগি আমি কাঁদি, আমার লাগি, আমার লাগি কেব কান্দে না।
പാട്ടിൻ്റെ പുറകിലുള്ള ഈ മൗനം തൊടാൻ വേണ്ടിയിട്ടാണ് പാടുന്നതൊക്കെ. സത്യത്തിൽ ബാവുൾ പാട്ടും കബീർ പാട്ടുകളൊക്കെ കൂടുതൽ കവിതയോടാണ് ചേർന്ന് നിൽക്കുന്നത്. നമ്മൾ കവിതയാണ്, പറയണതാണ്, പാടുവാണ്. പാട്ടിനേക്കാളും അത് കവിതയോടാണ് ചേർന്ന്, ഈ പാട്ട് പോലെ. അപ്പം ഇതിനോട് ചേർന്ന് പാടാൻ തോന്നുന്ന ഒരു ബോബ് ഡിലൻ്റെ കവിത. ഇന്ന് നമ്മളിങ്ങനെ കൂടിയിരിക്കുമ്പോഴും ഇതേ സമയത്ത് ഇതേ ലോകത്ത് തന്നെ യുദ്ധങ്ങൾ നടക്കുകയും കുഞ്ഞുങ്ങൾ ഒക്കെ പട്ടിണിയാവുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുന്നു. നമ്മൾ എത്ര മോഡേൺ ആയെന്ന് പറഞ്ഞാലും നമുക്ക് ആർക്കും അതിനെ തടുക്കാനോ അല്ലെങ്കിൽ അതിന് റെസ്പോണ്ട് ചെയ്യാൻ പോലും പറ്റാത്ത ആണ് നമ്മുടെ മോഡേണിറ്റി. അപ്പോൾ ഇത് ബോബ് ഡിലൻ്റെ പാട്ടാണ്. How many roads must a man walk down before you call him a man? How many seas must the white dove sail before she sleeps in the sand? How many times must the cannonballs fly before they're forever banned? The answer, my friend, is blowing in the wind. The answer is blowing in the wind. How many times must a man look up before he can see the sky? How many years must one man have before he can hear people cry? How many deaths will it take till he knows that too many people have died? The answer, my friend, is blowing in the wind. The answer is blowing in the wind. How many years must a mountain exist before it's washed to the sea? How many years must some people exist before they're allowed to be free? And how many times can a man turn his head pretending he just doesn't see? The answer, my friend, is blowing in the wind. The answer is blowing in the wind. The answer, my friend, is blowing in the wind. The answer is blowing in the wind. നമ്മൾ ഗുരുവാണീൻ്റെ പാട്ടുകളൊക്കെ പഠിക്കുമ്പം ഇതിലുള്ള പാട്ടുകൾ പഠിക്കുമ്പം അത് അത്രയേറെ കനപ്പെട്ടിട്ടൊന്നുമല്ല ഒരു കാര്യത്തെപ്പറ്റിയും പറയണത്. കാരണം അതിൽ പറഞ്ഞിരിക്കുന്ന വിഷയമെല്ലാം സത്യത്തിൽ ഏറ്റവും സാധാരണ ആയതിനെ പറ്റിയാണ്. നമ്മുടെ ശ്വാസത്തോളം സാധാരണ ആയതിനെ പറ്റിയാണ് ഇതിൽ മുഴുവൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ ലളിതമായതിനെയാണ് നമ്മൾ മറന്നു പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പേടിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കാകെ എന്താ പറയുക, ജീവിതത്തിൽ ബേജാറുണ്ടാവുന്നത്. അപ്പോൾ ഈ പാട്ടിൽ രാധേനോടാണ് കവി പറയണത്, കിച്ചുതിന് മോനെ മോനെ, അതായത് രാധേ, നീ കുറച്ച് നാൾ കൃഷ്ണനെ പറ്റിയുള്ള കാര്യങ്ങൾ നീ മിണ്ടാണ്ടിരിക്കുക. നിൻ്റെ ഹൃദയത്തിൻ്റെ കോണിൽ അത് വെച്ചിട്ട് നീ മിണ്ടാണ്ടിരിക്കുക. കാരണം അത് അത്രയും നമ്മൾ ദൈവം എന്ന് വിളിക്കണു, നമ്മൾ ഭഗവാൻ എന്ന് വിളിക്കണു, അള്ളാന്ന് വിളിക്കണു, എന്ത് പേരിൽ വിളിച്ചാലും അത് സത്യത്തിൽ നമ്മുടെ ശ്വാസത്തോളം നൈർമല്യമുള്ളതാണ്. രാവിലത്തെ വെളിച്ചം പോലെയുള്ളതാണ്. അല്ലെങ്കിൽ ഇലകളൊക്കെ കാറ്റത്ത് അനങ്ങുമ്പോൾ ഉള്ള ശബ്ദം പോലെയുള്ളതാണ്. അപ്പോൾ ആ നേർമയുള്ള
ഉള്ളതിനെ നമുക്ക് അനുഭവിച്ച് പരിചയമില്ല. അതുകൊണ്ട് കവി പറയാണ്, നീ കുറച്ച് നാൾ അതിനെപ്പറ്റി പറയാണ്ടിരിക്കും, നിന്റെ ഹൃദയത്തിൻ്റെ കോണിൽ അത് അടക്കി പിടിക്കാൻ. എന്നിട്ട് പറയാണ്, രാധേ, ഈ കറുത്ത മേഘങ്ങൾ കടന്നു പോകുമ്പോൾ നിനക്ക് ചിലപ്പോൾ കൃഷ്ണനെ ഓർമ്മ വന്ന് നിന്റെ കണ്ണ് നിറഞ്ഞാൽ നീ ഒരു നനഞ്ഞ വിറക് അടുപ്പിലേക്ക് വെച്ചാൽ മതി. അപ്പം എല്ലാവരും വിചാരിക്കും നീ പുക കാരണമാണ് കരയണത്. അതുപോലെ കൃഷ്ണനാകുന്ന ഈ പുഴയിൽ നീ നന്നായി നീന്തി കുളിച്ച് ആസ്വദിക്കുക, പക്ഷേ നിന്റെ ഉടുപ്പ് നനയാണ്ടിരിക്കട്ടെ. നീ കിഴക്കോട്ടാ പോകുന്നെങ്കിൽ പറയാൻ നീ വടക്കോട്ടാ പോകുന്നതെന്ന്. കാരണം അത് അറിയുന്നവർക്ക് തമ്മിൽ പറയാനേ പറ്റുള്ളൂ. കാരണം പറയുമ്പം ചിലപ്പം അതില്ലാതായി പോകുന്ന അത്രയും നേർത്ത ഒന്നിനെ പറ്റിയാണ് ഈ പാട്ടുകളിൽ പറയാൻ ശ്രമിക്കുന്നത്. কিছুদিন মনে মনে, কিছুদিন মনে মনে ঘোরার কোণে শ্যামের পীড়িত রাগ গোপনে, কিছুদিন মনে মনে ইশারা কইবি কথা গোঠে মাঠে, দেখিস জানো কেউ না জানে, কেউ না বোঝে, কেউ না শোনে, কিছুদিন মনে মনে, কিছুদিন মনে মনে। শ্যামকে যখন পড়বে মনে, যায় বিকালা মেঘের পানে, শ্যামকে যখন পড়বে মনে, যায় বিকালা মেঘের পানে, রান্নাশালে কাঁদবি বসে ডিজে কার দিয়ে উনুনে, কিছুদিন মনে মনে, কিছুদিন মনে মনে ঘরের কোণে শ্যামের পীড়িত রাগ গোপনে, কিছুদিন মনে মনে। শ্যাম সায়রে নাইতে যাবি, গায়ের ভূষণ ভিজবে কেনে, শ্যাম সায়রে নাইতে যাবি, গায়ের ভূষণ ভিজবে কেনে, সায়রে সাঁতার দিয়ে আসবি ফিরে, সায়রে সাঁতার দিয়ে আসবি ফিরে, গায়ের ভূষণ ভিজবে কেনে, কিছুদিন মনে মনে। উত্তর যাবি সাঁতার হবি, বলবি আমি যাই দক্ষিণে, উত্তর যাবি সাঁতার হবি, যাই দক্ষিণে, মনের কথা মনে থাকে রসিকে জানবে কেনে, কিছুদিন মনে মনে। ইশারা কইবি কথা গোঠে মাঠে, দেখিস জানো কেউ না জানে, কেউ না বোঝে, কেউ না শোনে, কিছুদিন মনে মনে, কিছুদিন মনে মনে। ഇതേപോലെ ബാവുൾ പോലെ തന്നെ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കബീറിൻ്റെ പാട്ടുകൾ ഇപ്പോഴും പല ദേശങ്ങളിലും പാടി തന്നെ വരുന്നുണ്ട്. അപ്പം അതിൽ മാൽവ മധ്യപ്രദേശിൽ നിന്നുള്ള രീതിയിൽ പാടി വരുന്ന കബീറിൻ്റെ കുറച്ച് കവിതകളാണ് പാടുന്നത്. അപ്പം ഈ പാട്ടിൽ കബീർ പറയാണ്, ഇതെന്തൊരു അത്ഭുതമാണെന്ന് അറിയില്ല, ഞാൻ എവിടെ നോക്കിയാലും നിന്നെ മാത്രം കാണുക. ആനയിലൊരു ആനയോളം നീ, ഉറുമ്പിലൊരു ഉറുമ്പോളം നീ, ആനപ്പാപ്പാനായിട്ട് മേലെ ഇരിക്കുന്നത് നീ തന്നെ, കളവ് ചെയ്ത് ഓടുന്നത് നീ, പിടിക്കാനായി പുറകെ ഓടുന്നത് നീ, ഭിക്ഷയ്ക്കായി കാത്തു നിൽക്കുന്നത് നീ,
ദാനം കൊടുക്കണതും നീ തന്നെ. ഒരു ഉണ്ണിയായിട്ട് കരയണതും നീ, ഓടി വന്ന് കരച്ചിൽ മാറ്റണതും നീ തന്നെ. എങ്ങനെ ഇങ്ങനെ സ്ത്രീ പുരുഷൻ എന്നൊക്കെ വേർതിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവണതേ ഇല്ല. എല്ലായിടത്തും നീ തന്നെ വിരാജിക്കുന്നു. इनका भेद बता मेरे अवधू अच्छी करनी कर ले तू, डाली फूल जगत के माही जह देखू वहाँ तू का तू എന്ന് പറഞ്ഞാൽ നീ മാത്രം. हाथी में हाथी बन बैठे चीटी में है छोटो तू, होए महावत ऊपर बैठे हांकन वाला तू का तू, चोरों के संग चोरी करता बदमाशों में भेड़ो तू, चोरी करके तू बग जावे पकड़ने वाला तू का तू, दाता के संग दाता बन जा भिखारी में भेड़ो तू, मांगतो होकर मांगन लागे देने वाला तू का तू, नर नारी में एक विराजे दो दुनिया में दिसे क्यों, बालक होकर रोवन लागे राखन वाला तू का तू, जलजल जी में तू ही विराजे जा देखूवा तू का तू, कहे कबीर सुनो भाई साधो गुरु मिला है जो का तो, इनका भेद बता मेरे अवधू अच्छी करनी कर ले तू, डाली फूल जगत के माही जह देखू वह तू का तू, डाली फूल जगत के माही जह देखू वह तू का तू, जह देखू वह तू का तू, जह देखू वह तू का तू. കബീറിന്റെ ഒരു ക്ഷണമാണ് വേറൊരു ദേശത്തിലേക്കുള്ളൊരു ക്ഷണം. ആ ദേശം എവിടെയാന്ന് വെച്ചാൽ ഇവിടെ തന്നെയാണ് ആ ദേശം. ആ ദേശത്തിലേക്ക് കബീർ ക്ഷണിക്കുകയാണ്. അതൊരു പ്രേമ നഗരിയാണ്, ഒരു ഭാവ നഗരിയാണ്. അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. हम वासी वा देश के जहाँ गगन धरण दोई नाई, ഞങ്ങൾ ആ ദേശത്തിലെ വാസികളാണ്. എവിടെ ആകാശമോ ഭൂമിയോ ഇല്ല. शब्द मिलावा हो रहा देह मिलावा नाई, നമ്മൾ ശബ്ദത്തിലാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്, നമ്മൾ ഈ ദേഹത്തിലല്ല. बिना पंथ का पाव है रे बिन बस्ती का देश, കാൽപാദമില്ലാത്ത വഴിയാണ്, ഇങ്ങനെ കെട്ടിടങ്ങളില്ലാത്ത ഒരു പട്ടണമാണ്. बिना पिंड का पुरुष है कहे कबीर संदेश, ഈ ശരീരമില്ലാത്ത പുരുഷനാണ്. ഇതാണ് കബീറിന്റെ സന്ദേശം. അപ്പം ഈ പാട്ടിൽ പറയണത്, വായോ ആ ദേശത്തിലേക്ക് വാ സുഹൃത്തെ, ആ പ്രേമനഗരിയിലേക്ക് വാ. നമ്മുടെ ഈ മുള്ളലവിൻ്റെ പൂവില്ലേ, ചുവപ്പ് കളറിൽ വലിയതായിട്ടുള്ള പൂവുണ്ടാവും, അതുപോലെയാണ് ഈ ദേഹം. അതിലൊരു പക്ഷീൻ്റെ കൊക്ക് തൊട്ടാൽ മതി, അല്ലെങ്കിൽ ഒരു കാറ്റൊന്ന് മുറുക്കി അടച്ചാൽ മതി, അത് താഴെ വീണ് പോണു. അത്രയേ ഉള്ളൂ ദേഹം. എന്നാലോ ആ ദേഹത്തിൽ നിറയെ അഹങ്കാരത്തിന് സ്ഥലമുണ്ട് താനും. ഈ പൂമ്പാറ്റേൻ്റെ മഞ്ഞ ചിറക്, ആ കളറും ഒക്കെ ഇല്ലാതായിപ്പോൾ മാഞ്ഞു പോവും. അത്രയേ ഉള്ളൂ. അവിടെയൊക്കെ സമയത്തിൻ്റെ ക്ലോക്ക് ചലിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇതെല്ലാം മാഞ്ഞു പോകുന്നതാണ്. ഈ ശരീരത്തെ പ്രതി നമ്മൾ അഭിമാനിക്കാണ്ടിരിക്കുക. കാരണം ഇത് തോലും കൊണ്ടുണ്ടാക്കിയതാണ്. അപ്പൊ ഈ പാടുന്നത് എന്തിനാ? കബീർ പറയാണ്, ഈ പാടുന്നത്, ഞാൻ ഈ പാടുന്നത് മുഴുവൻ ആ അഹങ്കാരത്തെ ആ പാടുന്ന നേരത്ത് മറക്കാൻ വേണ്ടിയിട്ടാണ്. चालो हमारा देश बदैदा थारे भावनगरी, भावनगरी वो हेली प्रेम नगरी, तम तो आवो हमारा देश बदैदा थारे भावनगरी.
घड़ी, काल की घड़ी वो हेली, काल की घड़ी तम तो आवो हमारा देश बदैरा थारे भावनगरी, हेली मारी प्रेम नगरी। मत कर जो माया को अहंकार, काया तेरी चाम की बनी, चाम की बनी वो हेली एब घड़ी, तम तो आवो हमारा देश बदैदा थारे भावनगरी। गावे गुलाबी दास भजन से मारा काया सुधरी, काया सुधरी वो हेली एब बिसरी, तम तो आवो गुराजीरा देश बदैदा थारे भावनगरी, हेली मारी प्रेम नगरी, हेली मारी भावनगरी। ഇത് വടക്കേന്ത്യയിൽ യാത്ര ചെയ്യുമ്പം ഒരു സ്കൂൾ കുട്ടികൾ പാടിക്കേട്ട ഒരു പാട്ടാണ്. സങ്കൽപ്പ് ഹോ ഹമാര ഇൻസാൻ ഹം ബനേംഗെ. നമുക്ക് സങ്കല്പിച്ച് നോക്കാം നമ്മൾ മനുഷ്യനാവുന്നത്. മനുഷ്യനാവുമ്പോൾ തന്നെയാണ് ഭഗവാനായി മാറുന്നത്. ഒരു പൂന്തോട്ടത്തിൽ എത്ര എത്ര തരം പൂക്കളാണ്, അത് വേറെ വേറെയായി പൂത്തു നിൽക്കുന്നതല്ലേ അതിൻ്റെ ഭംഗി. അല്ലെങ്കിൽ ആകാശത്ത് എത്ര എത്ര നക്ഷത്രങ്ങളാണ്, അത് പലതായി മിന്നുന്നതല്ല അതിൻ്റെ ഭംഗി. അതുപോലെ ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യൻ ആവട്ടെ, ജൈനനാവട്ടെ, ബുദ്ധനാവട്ടെ, നമുക്ക് ഒരുമിച്ച് പാടാൻ പറ്റും. ബീജക്കാവട്ടെ, ഖുറാനാവട്ടെ, ഗീതയാവട്ടെ, ഇതെല്ലാം സത്യത്തിൽ മനുഷ്യത്വത്തെ പറ്റിയുള്ള പുസ്തകങ്ങളാണ്. നമുക്ക് പ്രേമത്തോടെ ഇരുന്ന് വായിക്കാൻ പറ്റും. സങ്കൽപ്പ് ഹോ ഹമാരാ ഇൻസാൻ ഹം ബനേംഗെ, संकल्प हो हमारा, संकल्प हो हमारा इंसान हम बनेंगे, संकल्प हो हमारा इंसान हम बनेंगे, इंसान बन गए तो भगवान ही बनेंगे, संकल्प हो हमारा। हम एक ही चमन के फूल न्यारे न्यारे, हम एक ही चमन के फूल न्यारे न्यारे, लगते हैं कितने प्यारे, हंसते रहे हंसेंगे, संकल्प हो हमारा, संकल्प हो हमारा। हम एक ही गगन के चमके हुए सितारे, हम एक ही गगन के चमके हुए सितारे, लगते हैं कितने प्यारे, खिलते रहे खिलेंगे, संकल्प हो हमारा। हो बौद्ध जैन मुस्लिम हिंदू हो या ईसाई, हो बौद्ध जैन मुस्लिम हिंदू हो या ईसाई, आपस में भाई भाई सबके गले मिलेंगे, संकल्प हो हमारा, संकल्प हो हमारा। बीजक कुरान आगम गुरुगम और कृष्ण गीता, बीजक कुरान आगम गुरुगम और कृष्ण गीता, इंसानियत की गाथा हम प्रेम से पढ़ेंगे, संकल्प हो हमारा, संकल्प हो हमारा इंसान हम बनेंगे, संकल्प हो हमारा इंसान
संकल्प हो हमारा। ബാവുൾ പോലെ കബീർ പോലെ വലിയൊരു ജ്ഞാനധാരയുള്ള പാട്ടുകളുള്ളതാണ് അഭംഗ്. മഹാരാഷ്ട്രയിലുള്ള അഭംഗ്. അഭംഗിലുള്ളൊരു ചെറിയ പാട്ട് കൂടി പാടാം. ഇതിൽ പറയണത് ഓരോ ശരീരവും വിഠലയുടെ ഓരോ കുഞ്ഞു തോണികളാണ്. ജീവ പ്രാണേക വിഠല നാവ് ऐसी अम्हे भावा राखलिया पांडुरंगा ऐसी अम्हे भावा राखलिया पांडुरंगा जीव प्राणेक विठ्ठलच नाव आवडे पंढरी आवडे चंद्रभागा आवडे पंढरी आवडे चंद्रभागा येते यमुना गंगा राखलिया पांडुरंगा जीव प्राणेक विठ्ठलच नाव आवडे पद्मतीर्था आवडे गरुडपारा आवडे पद्मतीर्था आवडे गरुडपारा माऊली माहेर पांडुरंगा नमा म्हणे माझा नमा म्हणे माझा नमा म्हणे माझा विठ्ठल संपडला नमा म्हणे माझा विठ्ठल संपडला आणि तपासी नाही चित्त मासा पांडुरंगा जीव प्राणेक विठ्ठलच नाव जीव प्राणेक विठ्ठलच नाव. സമയമായ എങ്ങനെയാണ് ശാന്തിനികേതനായിട്ടും ടാഗോറുമായിട്ടും ഒക്കെ വളരെ അടുപ്പമുള്ള പലരെയും പരിചയപ്പെട്ടു. അപ്പം ടാഗോറിൻ്റെ ചെറിയൊരു കൃതി പാടാം. ഗ്രാമത്തിലേക്കുള്ള മൺവഴി പാതേനെ പറ്റിയാണ് ഈ പാട്ട്. ग्राम चढ़ाओ राम माठीर पो आवार मोन भूलई रे और कार पने मन हाथ वाड़ी है कार पने मन हाथ वाड़ी है लुटिया है जा झुलाए रे आमर मोन
ছেড়া ওই রাঙা মাটির আমার মন ভুলাই রে, আমার মন ভুলাই রে, പൂഴി കളിക്കെന്റെ കുഞ്ഞേ പൂമരം പോലെ ആട് കണ്ണേ പൂത്തുമ്പിയോടൊപ്പം തുള്ളു കുഞ്ഞേ പൂന്തേനരുവിൽ കുളിക്കു കുഞ്ഞേ പൂഴി കളിക്കെന്റെ കുഞ്ഞേ കവളം മടലാൽ കൊമ്പ് കുത്തി കളവളിച്ച് കളിക്കു കുഞ്ഞേ കവളം മടലാൽ കൊമ്പ് കുത്തി കളവളിച്ച് കളിക്കു കുഞ്ഞേ കാള പിണങ്ങില്ല കയറും പിണങ്ങില്ല ചാടുരുട്ടിത്തിമർക്കു കുഞ്ഞേ പൂഴി കളിക്കെന്റെ കുഞ്ഞേ പ്ലാവില കുത്തി തൊപ്പി വയ്ക്ക് തൊപ്പിക്കാരെല്ലാം പൊഴിഞ്ഞു പോട്ടെ പ്ലാവിനു ചുറ്റും ഓടു കുഞ്ഞേ പ്ലാവ് തെളിയുമ്പോ ചക്കപ്പഴം പ്ലാവിനു ചുറ്റും ഓടു കുഞ്ഞേ പ്ലാവ് തെളിയുമ്പോ ചക്കപ്പഴം പൂഴി കളിക്കെന്റെ കുഞ്ഞേ മാവിന്റെ കൈ നട്ട് പാട് കുഞ്ഞേ മാവ് തെളിയുമ്പോ മാമ്പഴം പെയ്യും മാവിന്റെ കൊമ്പേലൊരൂഞ്ഞാലു കെട്ടാം ഊഞ്ഞാലാടി പാട്ടുകൾ പാടാം മാവിന്റെ കൊമ്പേ ഒരൂഞ്ഞാലു കെട്ടാം ഊഞ്ഞാലാടി പാട്ടുകൾ പാടാം ഉമ്മാക്കിയെല്ലാം വരണ്ടു പോകും പൂഴി കളിക്കെന്റെ കുഞ്ഞേ പൂമരം പോലെ ആട് കണ്ണേ പൂത്തുമ്പിയോടൊപ്പം തുള്ളു കുഞ്ഞേ പൂന്തേനരുവിൽ കുളിക്കു കുഞ്ഞേ പൂഴി കളിക്കെന്റെ കുഞ്ഞേ പൂഴി കളിക്കെന്റെ കുഞ്ഞേ. ഇനി ഒരു പാട്ടും കൂടി പാടിക്കൊണ്ട് അവസാനിപ്പിക്കാം. ആ, ആ പറ. ടാഗോറിൻ്റെ തന്നെ ഒരു പാട്ട് പാടിക്കൊണ്ട് അവസാനിപ്പിക്കാം. അപ്പം ഈ പാട്ടിൽ ടാഗോർ പറയണത്, ഈ ജഗത്തിൻ്റെ ആനന്ദയജ്ഞത്തിലേക്ക് ഞാൻ ക്ഷണിക്കപ്പെട്ടു. കാതിന് അത്രയും ഇമ്പമുള്ള ശബ്ദങ്ങൾ, കണ്ണ് നിറയെ കാഴ്ചകൾ, എൻ്റെ ഉള്ളിൽ ധന്യത മാത്രമാണ്. അപ്പം നിൻ്റെ ഈ യജ്ഞത്തിൽ എനിക്ക് കിട്ടിയ ജോലിയാണെങ്കിൽ ഓടക്കുഴൽ വായിക്കാനാണ്. അപ്പം എൻ്റെ സങ്കടങ്ങളും എൻ്റെ സന്തോഷങ്ങളും എൻ്റെ പ്രാണനും എല്ലാം അതിൽ നെയ്ത് ഞാനിതാ നിനക്ക് വേണ്ടി പാടുന്നു. എപ്പോഴായിരിക്കും ഇങ്ങനെ ആൾക്കൂട്ടത്തിൻ്റെ നടുവിലേക്ക് നീ വരിക? അപ്പം ആൾക്കൂട്ടം മുഴുവൻ നിനക്കുള്ള ജയധ്വനി പറയും. അപ്പം ആ കൂടെ നിന്ന് നിൻ്റെ പേര് വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. আনন্দ যোগে আমার নিমন্ত্রণ ধন্য হলো মানব জীবন জগতে
জগতে আনন্দ যোগে আমার নিমন্ত্রণ তোমার জগে দিয়েছ ভার বাজায় আমি বাঁশি গানে গানে গেতে বেড়াই প্রাণের কান্না হাসি এখন সময় হয়েছে কি সবাই দিয়ে তোমায় দেখি জয়ধ্বনি শুনিয়া যাব এমন নিবেদন জগতে আনন্দ যোগে আমার নিমন্ত্রণ নিমন্ত্রণ അപ്പം എൻ്റെ ഒരു പാട്ട് പാടണം എന്ന് പറയണ പാടാം ഇത് അപ്പ മണ്ണിൻ്റെ പുത്ര മണ്ണാകും പുത്ര കള്ളനെ പോലൊരാൾ കൂട്ടിനുണ്ട് എങ്ങും എവിടെയും കൂട്ടിനുണ്ട് മണ്ണിൻ്റെ പുത്ര മണ്ണാകും പുത്ര അറകളെത്ര നിറച്ചാലും അളവുകളെത്ര കഴിച്ചാലും കള്ളനെ പോലൊരാൾ കൂട്ടിനുണ്ട് എങ്ങും എവിടെയും കൂട്ടിനുണ്ട് മണ്ണിൻ്റെ പുത്ര മണ്ണാകും പുത്ര മണ്ണിൻ്റെ പുത്ര മണ്ണാകും പുത്ര പച്ചില പഴുത്തില താഴെ കരിയില പച്ചില പഴുത്തില താഴെ കരിയില കള്ളനെ പോലൊരാൾ കൂട്ടിനുണ്ട് എങ്ങും എവിടെയും കൂട്ടിനുണ്ട് മണ്ണിൻ്റെ പുത്ര മണ്ണാകും പുത്ര മണ്ണിൻ്റെ പുത്ര നമ്മൾ ഈ കബീർ യാത്രകൾക്കൊക്കെ പോകുമ്പം മണികണ്ഠനൊക്കെ അറിയാം വരാറുണ്ട് കബീർ യാത്രയ്ക്ക്. അപ്പം പലപ്പോഴും പാട്ട് നടക്കുന്നുണ്ടാവും, അത് വളരെ അടിപൊളി പാട്ടായിരിക്കും, എല്ലാവരും ഡാൻസൊക്കെ കളിക്കുന്നുണ്ടാവും. അപ്പോഴാണ് നമ്മൾ ഓർക്കുക ഇത് മരണത്തെ പറ്റിയുള്ള പാട്ടാണല്ലോ. അപ്പം അത്രയേറെ കബീറിൻ്റെ പാട്ടുകളിലാണ് മരണത്തെ അങ്ങനെ എന്താ പറയുക അടിപൊളിയായി പാടിയിട്ടുള്ളത് കേട്ടിട്ടുള്ളത്. അപ്പം കബീറിൻ്റെ ഒരു ആ പാട്ടും കൂടി കുറച്ച് പാടിയിട്ട് നിർത്താം. അപ്പം ഈ പാട്ടിൽ പറയണത്, സുഹൃത്തെ ഈ വണ്ടി നിങ്ങൾ മെല്ലെ കൊണ്ടുപോകുക, ഹൽക്കേ ഗാഡി ഹാക്കോ, കാരണം അതിൽ രാമാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ വണ്ടി എവിടെയെങ്കിലും ഉടക്കി നമ്മൾ നാനാഭാഗത്തിന് ഓടുകയാണ്, മരുന്ന് കൊണ്ടുവരാൻ, വൈദ്യനെ കൊണ്ടുവരുന്നു ഒക്കെ കൊണ്ടുവരുന്നു. പക്ഷെ രാമ അതിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ആ വണ്ടിയെല്ലാം തട്ടിക്കൂട്ടി ഒരു ഹോളി പോലെ തീ കത്തിച്ച് ആഘോഷിക്കുക നിവർത്തിയുള്ളൂ. അപ്പം മരണം നടന്നു, ഭാര്യ കരയണു, കുട്ടികൾ കരയണു. കബീർ പറയാണ് ജിന് ജോഡി ഉന് തോടി, അതായത് ആരാണോ കൂട്ടി വെച്ചത് അവൻ തന്നെ അത് എന്താ പറയുക വിച്ഛേദിക്കുന്നു, അവൻ തന്നെ അത് വിടർത്തുന്നു. അപ്പം നമ്മൾ കബീറിൻ്റെ പല ദോഹകളിലും ആ ഓർമ്മിപ്പിക്കലുണ്ട്. നമ്മളായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നതല്ല, ഈ രൂപമോ ഈ ഞാനായിട്ട് ഇരിക്കണം എന്നുള്ള തീരുമാനവും നമ്മുടേതല്ല, പോകുമ്പോഴും നമ്മുടെ തീരുമാനമല്ല. ഏതോ സമയം വരുന്നു, എന്തോ കാരണം വരുന്നു,
നമ്മളറിയാതെ നമ്മൾ പോണു. പക്ഷെ അതിൻ്റെ ഇടയിൽ മാത്രം കുറച്ച് നേരത്തേന് നമ്മൾ വിചാരിക്കുകയാണ് നമ്മളാണ് ചെയ്യണത്, നമ്മളാണ് ഈ ജീവിതം കൊണ്ടുപോണേന്ന്. അപ്പം ആ ഒരു തമാശ എപ്പോഴും അതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് കബീർ. എങ്ങനെയാണ് ആ ജീവിച്ചിരിക്കുമ്പോഴും ആ നിരന്തരമായതിനെ പറ്റി, മരിക്കാത്തതിനെ പറ്റി, തുടർച്ചയുള്ളതിനെ പറ്റി നമുക്ക് ഓർമ്മയുണ്ടാവുക, അതാണ് സുമിരൻ എന്ന് കബീർ പറയാറ്. जरा हल्के गाड़ी हाको मेरे राम गाड़ी वाले, जरा धीरे धीरे गाड़ी हाको मेरे राम गाड़ी वाले, जरा हल्के गाड़ी हाको मेरे राम गाड़ी वाले। गाड़ी मारी छेल सवेली मसल पड़ी है दूर, हाकन वाला छेल सवेली बैठन वाला राम भैया, हल्के गाड़ी हाको मेरे राम गाड़ी वाले, जरा धीरे धीरे गाड़ी हाको मेरे राम गाड़ी वाले। देश देश का बेकुलाया लाया झड़ी और झूठी, झड़ी बूटी तेरा काम न आया, राम के घर की टूटी रे भैया, हल्के गाड़ी हाको मेरे राम गाड़ी वाले। बिलक बिलक कर तिरिया रोवे रोवे बिछड़ गई रे मेरे जोड़ी, बिलक बिलक कर तिरिया रोवे रोवे बिछड़ गई रे मेरी जोड़ी। कहे कबीर सुनो भाई साधो, जिन जोड़ी उन तोड़ी रे भैया, हल्के गाड़ी हाको मेरे राम गाड़ी वाले, जरा धीरे धीरे गाड़ी हाको मेरे राम गाड़ी वाले, मेरे राम गाड़ी वाले. അപ്പോൾ ഏറെ സന്തോഷം ഇന്നിവിടെ നമുക്ക് ഒരുമിച്ച് കൂടിയിരിക്കാനും ഈ പാട്ടുകൾ പങ്കുവെക്കാനും കഴിഞ്ഞതിൽ. എപ്പോഴും ഏറ്റവും നമസ്കാരം പറയണത് നിങ്ങളോടാണ്. കാരണം ഓരോരുത്തരുമാണ് ഇവിടെ ഈ ഒരു സാന്നിധ്യം കൊണ്ടുവരുന്നത്, ഓരോ പാട്ടും ഓർമ്മിപ്പിക്കുന്നത്. അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സന്തോഷം. ഇങ്ങനൊരു ലോകം സത്യത്തിലുണ്ട്, അത് പാടാൻ പറ്റുന്നതാണ്, അറിയാൻ പറ്റുന്നതാണ്, ഓർക്കാൻ പറ്റുന്നതാണ് എന്ന് പറയലാണ് എൻ്റെ ജോലി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൽ സന്തോഷമുള്ളവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പാട്ടുകൾ പങ്കുവെക്കാനും ഒക്കെ എനിക്ക് സന്തോഷമാണ്. നിറയെ സ്നേഹം. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല, അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല, അരുണാചല ശിവ അരുണാചല.